സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. സ്ഥാനാരോഹണത്തിന് വത്തിക്കാനിൽ ഒരുക്കിയത് പഴുതടച്ച സുരക്ഷ. വത്തിക്കാൻ ലോക നേതാക്കളുടെ സംഗമവേദിയായപ്പോൾ ഒരുക്കിയത് പഴുതടച്ച സുരക്ഷ. ഇറ്റാലിയൻ പോലീസിനു പുറമെ സൈനിക കമാൻഡോകളും സൈന്യത്തിലെ ബോംബ് സ്ക്വാഡുകളും ഡോഗ് സ്ക്വാഡുകളുമെല്ലാം രംഗത്തുണ്ടായിരുന്നു. US വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കൾ ചടങ്ങിൽ ഭാഗമായതിനാൽ കടുത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുകളിൽ രഹസ്യ പോലീസ് സദാ നിരീക്ഷണം നടത്തി. സൈനിക വിമാനം വത്തിക്കാൻ മുകളിലൂടെ പറന്ന് നിരീക്ഷണം നടത്തി. വിമാനത്താവളങ്ങളിലേതിന് സമാനമായ ത്രിതല പരിശോധനയ്ക്ക് ശേഷമാണ് വിശ്വാസികളെ ചത്വാരത്തിനുള്ളിലേക്ക് കടത്തിവിട്ടത്. പൊതുജന സേവനത്തിനായി നൂറുകണക്കിന് വോളണ്ടിയർമാരെയും മെഡിക്കൽ സംഘങ്ങളെയും സജ്ജീകരിച്ചിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ അതിരാവിലെ തന്നെ വിശ്വാസികൾ ചത്വാരത്തിലേക്ക് പ്രവഹിച്ചിരുന്നു. പാപ്പ മിഷണറിയായും ബിഷപ്പായും പ്രവർത്തിച്ച പെറുവിലെ ചെക്ലായ രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലെല്ലാം ഇന്നലെ വലിയ TV സ്ക്രീനുകളിൽ സജ്ജമാക്കി തിരുകർമ്മങ്ങൾ തത്സമയം കാണിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് പള്ളികളിലേക്ക് പ്രവഹിച്ചത്. ലയോ 14 മാർപ്പാപ്പ ജനിച്ചു വളർന്ന ചിക്കാഗോയിലെ വീട് സഞ്ചാരികളാൽ നിറയുകയാണ്. ദിനംപ്രതി നിരവധി പേരാണ് ഈ കൊച്ചു വീട് കാണാനും ഫോട്ടോ എടുക്കുന്നതിനുമായി എത്തുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 26 ഫ്രാൻസിസ് പാപ്പയുടെ കബറടക്ക ശുശ്രൂഷകൾ നടക്കുമ്പോഴും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കളും 150ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളും വത്തിക്കാനിൽ എത്തിയതിനാൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.